നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി ടോപ്പ് 18 സ്വാഗതം. സജി ചെറിയാന്റെ സത്യപ്രതിജ്ഞയിൽ നിയമോപദേശം തേടിയെന്ന ഗവർണർ. ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച ശേഷം മറുപടി നൽകും. ഈ വിഷയം മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാണ്. സജി ചെറിയാന്റെ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ അന്ന് രാജി അനിവാര്യമായിരുന്നു. ഇപ്പോൾ സാഹചര്യം എങ്ങനെ മാറിയെന്ന് നോക്കുമെന്നും ഗവർണർ പറഞ്ഞു. No, in normal circumstances, it is, in my opinion, it is essential for the governor to accept the recommendation of the chief minister. But this is not a normal case. He is not being inducted for the same time, for the first time. This is a case which is totally different. The charge against him was that he tried to lower the dignity of the Constitution of India. Now, certainly one must, I do not know, I have not made up my mind, I have not seen any paper, but this case is different from normal induction into the cabinet. So I will first look at the papers, ground, how, if there was a case registered against him, at what level he has been exonerated, all these things I will have to see. ഇപ്പോൾ കണ്ടത് ഇന്ന് ഏറ്റവും അവസാനം വന്ന പുതിയ വാർത്ത. പക്ഷേ ഇന്നത്തെ ആകെ ദിവസത്തെ ഏറ്റവും വലിയ വാർത്ത ചങ്ങനാശ്ശേരിയിൽ പെരുന്നയിൽ മന്നം ജയന്തിയിലെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ശശി തരൂർ സംസാരിച്ചതാണ്. അവിടെ രണ്ട് വിഷയങ്ങളാണ് ഉണ്ടായത്. ഒരിക്കൽ ശശി തരൂരിനെ ഡൽഹി നായർ എന്നാണ് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ആക്ഷേപിച്ചത്. ഇന്ന് അദ്ദേഹം അത് തിരുത്തിയിരിക്കുന്നു. NSS എന്ന് ശശി തരൂർ ഒരു വിശ്വപൗരനാണെന്നും കേരള പുത്രനാണെന്നുമുള്ള വലിയ ഒരു പ്രശംസയാണ് ശശി തരൂരിന് സുകുമാരൻ നായർ മന്നം ജയന്തി സമ്മേളനത്തിൽ നൽകിയത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇതേ സമ്മേളന വേദിയിൽ വെച്ച് തന്നെയാണ് ശശി തരൂർ കോൺഗ്രസിലെ നായർ വിഭാഗത്തിൽപ്പെട്ട 3 നേതാക്കൾക്ക്, അത് ആരുടെയും പേര് പറയുന്നില്ല, പക്ഷേ ആ നേതാക്കളെ ഉദ്ദേശിച്ച് VD സതീശനെയാണോ, KC വേണുഗോപാലിനെയാണോ, രമേശ് ചെന്നിത്തലയാണോ, അതോ 3 പേരെയും ചേർത്തയാണോ ഒന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഒരു നായർക്ക് മറ്റു നായർ നന്നാവുന്നത് ഇഷ്ടമാവില്ല എന്നുള്ള മന്നത്തിൻ്റെ ഒരു പ്രസ്താവന തന്നെ ഉദ്ധരിച്ചുകൊണ്ട് ശശി തരൂർ തുറന്നടിച്ചത്. വേദിയിലെത്തിക്കുക മാത്രമല്ല, തരൂരിനോടുള്ള നിലപാട് തിരുത്തി പ്രഖ്യാപിക്കുകയായിരുന്നു സുകുമാരൻ നായർ. തരൂരിനെ വാനോളം പുകഴ്ത്തിയ സുകുമാരൻ നായർ മുൻപ് പറഞ്ഞത് തെറ്റായിപ്പോയെന്നും പരസ്യമായി പറഞ്ഞു. ഇദ്ദേഹം തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വന്നപ്പോൾ ഡൽഹി നായരാണെന്ന് പറഞ്ഞയാളാണ് ഞാൻ. ആ തെറ്റ് തിരുത്താനും കൂടിയാണ് അദ്ദേഹത്തെ ഇന്നിവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അദ്ദേഹം ഡൽഹി നായരല്ല, കേരള പുത്രനാണ്, വിശ്വപൗരനാണ്. മന്നത്ത് പത്മനാഭനെയും സുകുമാരൻ നായരെയും വാനോളം പുകഴ്ത്തിക്കൊണ്ടായിരുന്നു ശശി തരൂരിന്റെ പ്രസംഗം. ഇടയ്ക്ക് മന്നത്തിന്റെ ചില വാചകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശനെ പരോക്ഷമായി ഉന്നവെക്കാനും തരൂർ തയ്യാറായി. ഒരു നായക്ക് മറ്റൊരു നായരെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം ഒരു ഒബ്സർവേഷൻ ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹം പറഞ്ഞത് ഒരു 80 വർഷം മുമ്പാണ്, അല്ല 100 വർഷം മുമ്പാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ രാഷ്ട്രീയത്തിൽ ഞാനും ഇടയ്ക്കിടയ്ക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് എപ്പോഴും. പിന്നീട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഏതെങ്കിലും ഒരു നേതാവിനെ മാത്രമല്ല ഉദ്ദേശിച്ചതെന്ന് തരൂർ വിശദീകരിച്ചു. അല്ല, ഞാൻ ആരെയും ഉദ്ദേശിച്ചെന്ന് പറയണ്ട. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ആ വാചകം മന്നത്തിന് ഞാൻ കോട്ട് ചെയ്തു, അദ്ദേഹം അങ്ങനെ പറഞ്ഞതായിരുന്നു. അപ്പോൾ അത് ആ അനുഭവം എനിക്ക് പലതവണ ഉണ്ടായിട്ടുണ്ട്. അത് ഒരു വ്യക്തിയെ മാത്രം ചിന്തിച്ച് പറയായിരുന്നില്ല. NSS ആസ്ഥാനത്തെത്തിയ ശശി തരൂരിന് വൻ സ്വീകരണമാണ് ലഭിച്ചത്. K മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കൊടിക്കുന്നിൽ സുരേഷ്, MK രാഘവൻ, ആന്റോ ആന്റണി ഉൾപ്പെടെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ സദസ്സിലിരിക്കെയാണ് തരൂർ പ്രസംഗിച്ചത്. മാധ്യമങ്ങൾ എത്തും മുൻപേ രാവിലെ 8 മണിയോടെ രമേശ് ചെന്നിത്തല മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തി മടങ്ങി. NSSന് രാഷ്ട്രീയമായി തരൂരിലാണ് ഇനി പ്രതീക്ഷ എന്ന് കൃത്യമായി വ്യക്തമാക്കുന്നതായിരുന്നു ഇത്തവണത്തെ മന്നം ജയന്തി. ന്യൂസ് 18 കോട്ടയം. ഇന്ന് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് വലിയ ആശ്വാസത്തിന്റെ ദിനമായിരുന്നു. നോട്ട് നിരോധിച്ച കേന്ദ്ര സർക്കാർ തീരുമാനം സുപ്രീം കോടതി ഇന്ന് ശരിവെച്ചു. നടപടിക്രമങ്ങൾ പാലിച്ചാണ് നിരോധനം നടപ്പാക്കിയതെന്ന് 5 അംഗ ഭരണഘടനാ ബെഞ്ചിലെ 4 ജഡ്ജിമാർ വിധിച്ചു. ഉത്തരവ് നിയമവിരുദ്ധമാണെന്നായിരുന്നു ജസ്റ്റിസ് നാഗരത്നയുടെ ഭിന്നവിധി. എന്തായാലും 4 അംഗങ്ങളുടെ വിധിയാണ് അവസാനം വിധിയായി വരിക. ഒരാളുടെ ഭിന്നവിധി കൂടി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ അല്ല, നിയമനിർമ്മാണമാണ് വേണ്ടിയിരുന്നതെന്നാണ് ജസ്റ്റിസ് നാഗരത്ന പറഞ്ഞത്. വിധി രാഷ്ട്രീയമായി കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് വലിയ ആശ്വാസം തന്നെയാണ്. 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ നിരോധിച്ച കേന്ദ്ര സർക്കാർ നടപടിയുടെ നിയമസാധുത ചോദ്യം ചെയ്തുള്ള 58 ഹർജികളാണ് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് തീർപ്പാക്കിയത്. നടപടിക്രമങ്ങൾ പാലിച്ചാണ് നിരോധനം നടപ്പാക്കിയതെന്നും
അതിനാൽ തീരുമാനം റദ്ദാക്കാനാകില്ലെന്നും ജസ്റ്റിസ് BR ഗവായ് വിധിച്ചു. സാമ്പത്തിക വിഷയങ്ങളിൽ അധികാരം സർക്കാരിനാണ്. റിസർവ് ബാങ്കുമായി കൂടിയാലോചിച്ച് സർക്കാരിന് തീരുമാനമെടുക്കാം. കേന്ദ്രം ഇക്കാര്യത്തിൽ കൂടിയാലോചന നടത്തിയിരുന്നു. നിരോധനം ലക്ഷ്യം കണ്ടോ എന്ന് പ്രസക്തമല്ലെന്നും അസാധുവായ നോട്ടുകൾ മാറ്റാൻ ആവശ്യത്തിന് സമയം അനുവദിച്ചിരുന്നുവെന്നും ജസ്റ്റിസ് ഗവായ്. ഭരണഘടനാ ബെഞ്ചിലെ മറ്റംഗങ്ങളായ ജസ്റ്റിസ് S. അബ്ദുൾ നസീർ, AS ബൊപ്പണ്ണ, V. രാമസുബ്രഹ്മണ്യൻ എന്നിവരും കേന്ദ്ര സർക്കാർ തീരുമാനം ശരിവെച്ചു. എന്നാൽ ഭിന്ന വിധിയായിരുന്നു ജസ്റ്റിസ് BV നാഗരത്നയുടേത്. നടപടിക്രമങ്ങൾ പാലിച്ചല്ല നോട്ട് നിരോധനം. 24 മണിക്കൂറിനുള്ളിലാണ് തീരുമാനമുണ്ടായത്. റിസർവ് ബാങ്ക് ആവശ്യപ്പെട്ടതല്ല, മറിച്ച് സർക്കാരിന്റെ ആഗ്രഹപ്രകാരമായിരുന്നു നിരോധനം. എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ നിരോധനം നടപ്പാക്കാനാകില്ലെന്നും നിയമനിർമ്മാണം വേണമായിരുന്നുവെന്നും ജസ്റ്റിസ് നാഗരത്ന വിധിച്ചു. ഭരണഘടനാ ബെഞ്ചിന്റെ വിധി രാഷ്ട്രീയമായി കേന്ദ്ര സർക്കാരിന് ആശ്വാസം നൽകുന്നതാണ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. നോട്ട് നിരോധനം ശരിവെച്ച സുപ്രീം കോടതി വിധിയിൽ കോടതി പരിശോധിച്ചത് ഭരണപരമായ വിഷയങ്ങൾ മാത്രമാണെന്നായിരുന്നു മന്ത്രി KN ബാലഗോപാലിന്റെ പ്രതികരണം. നോട്ട് നിരോധന വിധിയിൽ ഭിന്ന വിധിയുണ്ട്. നോട്ട് നിരോധനം കൊണ്ട് ഒരു ഫലവും ഉണ്ടായില്ലെന്നും വേണ്ടത്ര ആലോചനയില്ലാതെയാണ് പല നടപടികളും കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നും KN ബാലഗോപാൽ കുറ്റപ്പെടുത്തി. എന്തിനു വേണ്ടിയിട്ടാണോ ഇവർ ഈ നോട്ട് നിരോധനം നടപ്പിലാക്കിയത്, അതിന്റെ ഒരു ഫലവും ഉണ്ടായില്ല. ഈ നോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ 99% നോട്ട് തിരിച്ചു വന്നു എന്നുള്ളതാണ് വന്നത്. അപ്പം ആ പറഞ്ഞ തരത്തിലേക്ക് ഒരു കാര്യം ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വിധി എന്ന് പറഞ്ഞ ഒരു സാങ്കേതികമായ ഒരു അക്കാഡമിക് എക്സസൈസ് എന്നെല്ലാം കാണാൻ പറ്റും. എക്കണോമിക് ഉണ്ടായ ഒരു തകർച്ചയ്ക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് BJPയുടെ നേതൃത്വത്തിൽ പല രംഗത്തെടുക്കുന്ന തീരുമാനങ്ങളും ഈ തരത്തിൽ വലിയ തോതിൽ നമ്മുടെ സംസ്ഥാനങ്ങളുടെയും ജനങ്ങളുടെയും രാജ്യത്താകെയുള്ള പൗരന്മാരുടെയും ജനങ്ങളുടെയും ജീവിതത്തെ ബാധിക്കുന്ന പല തീരുമാനങ്ങളും വേണ്ടത്ര ആലോചനയില്ലാതെ എടുക്കുന്നുണ്ട്. ഡിമോണിറ്റൈസേഷൻ കഴിഞ്ഞ് ഇപ്പോൾ വേറെ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം പറയുന്നുണ്ട്. പൊതുമേഖല മൊത്തം വിറ്റുതലയ്ക്കണം. അതുപോലെ പല തീരുമാനങ്ങൾ എടുക്കുകയാണ്. നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളും പ്രധാനപ്പെട്ട സ്ഥലങ്ങളും ഒക്കെ വിറ്റു. ഇനിയിപ്പോൾ നാളെ ആയിരിക്കും ഇതിൻ്റെ ഇമ്പാക്റ്റ് മനസ്സിലാവുക. അല്പം കൂടി കടത്തിയായിരുന്നു മുൻ ധനമന്ത്രി കൂടിയായ തോമസ് ഐസക്കിന്റെ പ്രതികരണം. നോട്ട് നിരോധനത്തിലെ സുപ്രീം കോടതി വിധിക്കെതിരെ അദ്ദേഹം ശക്തമായി തന്നെയാണ് പ്രതികരിച്ചത്. പുതിയ നോട്ടുമായി പഴയ നോട്ട് കൈമാറാൻ 52 ദിവസം സമയം നൽകിയെന്ന സുപ്രീം കോടതിയുടെ നിരീക്ഷണം അസംബന്ധമാണ്. നരേന്ദ്രമോദിയെ ജനകീയ കോടതിയിൽ വിചാരണ ചെയ്യണമെന്നും തോമസ് ഐസക് പറഞ്ഞു. KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ജാതി വിവേചനം നടന്നിട്ടില്ലെന്ന് അടൂർ ഗോപാലകൃഷ്ണൻ. പ്രചരിക്കുന്നത് തെറ്റായ വിവരങ്ങളാണ്, വിവാദമല്ല അപവാദമാണ് നടക്കുന്നതെന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ കൂടിയായ പ്രയാർ ഗോപാലകൃഷ്ണൻ ന്യൂസ് 18നോട് പറഞ്ഞു. അടൂർ ഗോപാലകൃഷ്ണൻ ന്യൂസ് 18നോട് പറഞ്ഞു. തിരിച്ചാണ് ഇവർ പറഞ്ഞുണ്ടാക്കുന്നതിന് നേരെ തിരിച്ചാണ്. ശങ്കരമോഹൻ പറഞ്ഞു ഞങ്ങൾ 50 ആക്കിയിട്ട് കുറച്ചുകൂടെ കുട്ടികൾ എടുക്കാൻ നോക്കും. 50 ആക്കിയപ്പോൾ 2 കുട്ടികളോട് വന്നു. അങ്ങനെ 6 പേരായി. അപ്പം നോക്കിയപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ പിന്നെയും കുറച്ചു. പിന്നെ നമുക്ക് ഈ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട് അതിനെ കുറച്ച് 45 ആക്കി. അതിലും വന്നില്ല. അപ്പോൾ വേണമെങ്കിൽ പിന്നെ LBSകാർക്ക് പറയാമായിരുന്നു. ഇതിൽ വന്നില്ലെങ്കിൽ പോലും നമുക്ക് ഒരാളിനെ എടുക്കണമെന്ന് അവർ പറയാമായിരുന്നു. അവർ പറഞ്ഞില്ല. LBS ആണ് ഇതിനകത്ത് കൃത്യമായിട്ട് ചെയ്യേണ്ടത്. അല്ല, ഇവർക്കറിയാൻ വയ്യ. ഈ ഇരുന്ന ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റിനോ സ്പെഷ്യലിസ്റ്റിനോ ഒന്നും ഈ ഇതിൻ്റെ ഒരു സിസ്റ്റം അറിഞ്ഞുകൂടാ. KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കെതിരെ അടൂർ ഗോപാലകൃഷ്ണൻ. പഠിക്കാൻ വരുന്നവർ സമരം ചെയ്യില്ല. വിദ്യാർത്ഥികൾ പഠിക്കാൻ തയ്യാറാവണം, അല്ലാത്തവർ വേഗം പിരിഞ്ഞു പോകണമെന്നും അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വനിതാ ജീവനക്കാരെ ആക്ഷേപിച്ചും ചെയർമാൻ അടൂർ ഗോപാലകൃഷ്ണൻ സംസാരിച്ചു. പരാതി പറഞ്ഞ് അവർ സ്റ്റാറായി. നന്നായി ഉടുത്തൊരുങ്ങിയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇവർ വരുന്നത്. വിമൻ ഇൻ സിനിമ കളക്റ്റീവ് അംഗങ്ങളെ പോലെയാണ് ഇവർ നിൽക്കുന്നതെന്നൊക്കെയായിരുന്നു അടൂർ ഗോപാലകൃഷ്ണന്റെ പ്രതികരണം. മുസ്ലിം ലീഗ് വിളിച്ച സമുദായ സംഘടനകളുടെ യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന മുജാഹിദ് പ്രസ്ഥാനം. മുജാഹിദ് സമ്മേളനത്തിൽ നിന്ന് പാണക്കാട് കുടുംബത്തെ വിലക്കിയ സമസ്യയ്ക്കുള്ള മറുപടിയാണ് ഈ ബഹിഷ്കരണമെന്ന് KNM നേതൃത്വം വ്യക്തമാക്കി. എന്നാൽ മറ്റു പരിപാടികൾ പങ്കെടുക്കേണ്ടതുകൊണ്ട് സമ്മേളനത്തിനെത്താനായില്ലെന്നാണ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മറുപടി. KNM ബഹിഷ്കരണത്തെക്കുറിച്ച് പ്രതികരിക്കാനും മുസ്ലിം ലീഗ് അധ്യക്ഷൻ തയ്യാറായില്ല. മുജാഹിദ് സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടെന്ന് തീരുമാനിച്ച പാണക്കാട് കുടുംബത്തിനും അവരെ വിലക്കിയ സമസ്ത നേതൃത്വത്തിനും അതേ നാണയത്തിൽ മറുപടി നൽകുകയാണ് KNM. ഏക സിവിൽ കോഡ്, ജെൻഡർ ന്യൂട്രാലിറ്റി എന്നിവ ചർച്ച ചെയ്യാൻ പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ അധ്യക്ഷതയിൽ വിളിച്ച യോഗത്തിൽ മുജാഹിദ് നേതാക്കൾ പങ്കെടുത്തില്ല. സമസ്ത വിലക്കിനെ തുടർന്ന് പാണക്കാട് കുടുംബം സമ്മേളനത്തിൽ പങ്കെടുക്കാത്തതിന്റെ തുടർച്ചയായിരുന്നു കോർഡിനേഷൻ കമ്മിറ്റിയിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള മുജാഹിദ് നേതാക്കളുടെ തീരുമാനവും. മുസ്ലിം ലീഗിനെയും പാണക്കാട് കുടുംബത്തെയും സമസ്ത നിയന്ത്രിക്കുന്നതിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. മുസ്ലിം ലീഗിന്റെ നേതാക്കളായതുകൊണ്ടാണ് പാണക്കാട് കുടുംബത്തെ ക്ഷണിച്ചതെന്ന് KNM സെക്രട്ടറി അബ്ദുൽ മജീദ് സൊലാഹി വ്യക്തമാക്കി.
പാണക്കാട് കുടുംബത്തെ ഭീഷണിപ്പെടുത്തി എത്രകാലം സമസ്ത മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം ചോദിച്ചു. സമ്മേളനത്തിലും സമസ്തക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. മുജാഹിദ് പ്രസ്ഥാനം ശക്തിപ്പെടുമ്പോൾ കേരളത്തിൽ ഏറ്റവും അധികം ദുർബലപ്പെടുക സമസ്തയാണ്. ദുർവാശിയുടെ ദുഷാഢ്യത്തിന്റെ പൗരോഹിത്യ കൂട്ടായ്മയുടെ പേരാണ് സമസ്ത എന്ന് പറയുന്നത്. എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികൾ ഉള്ളതിനാലാണ് സമ്മേളനത്തിൽ പങ്കെടുക്കാഞ്ഞതെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വിശദീകരിച്ചു. ഞാൻ നേരത്തെ ഏറ്റ പരിപാടികൾ വേറെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികളുള്ളതുകൊണ്ട് അങ്ങനെ അത് അവരുമായി സംസാരിച്ചിട്ടുണ്ട്. കോർഡിനേഷൻ കമ്മിറ്റിക്ക് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിലും ബഹിഷ്കരണത്തെക്കുറിച്ച് പ്രതികരിക്കാൻ സാദിഖ് അലി തങ്ങൾ തയ്യാറായില്ല. സമസ്തയോടാണ് പ്രശ്നമെന്ന് KNM വിശദീകരിക്കുന്നുണ്ടെങ്കിലും മുസ്ലിം ലീഗിന്റെ നിയന്ത്രണം ആർക്കെന്ന ചോദ്യം കൂടി ഈ വിവാദത്തിനൊപ്പം ഉയരുന്നുണ്ട്. അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18 കോഴിക്കോട്. ശബരിമലയിൽ വെടിമരുന്നിന് തീപിടിച്ച 3 പേർക്ക് പരിക്കേറ്റു. മാളികപ്പുറം ക്ഷേത്രത്തിന് സമീപമാണ് അപകടമുണ്ടായത്. കതിനയിൽ വെടിമരുന്ന് നിറയ്ക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. പരിക്കേറ്റവരെ സന്നിധാനത്തെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ ദേവസ്വം ബോർഡ് എന്തായാലും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ശശിനാരായണൻ സന്നിധാനത്തു നിന്നും ശശിനാരായണൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വൈകിട്ട് 5 മണിക്കാണ് ശബരിമല മാളികപ്പുറം ക്ഷേത്രത്തിന് സമീപം ഈ വെടിക്കെട്ട് പുരയിൽ അപകടമുണ്ടായത്. കതിന നിറയ്ക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ വെടിപൊട്ടിയാണ് അപകടമുണ്ടായതെന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും 3 പേർക്കാണ് ഈ അപകടത്തിൽ പരിക്കേറ്റത്. 3 പേരെയും ഉടൻ തന്നെ ശബരിമലയിൽ സന്നിധാനത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചു. ചെങ്ങന്നൂർ സ്വദേശികളായ ജയകുമാർ, രജീഷ്, അമൽ എന്നിവർക്കാണ് പരിക്ക് പറ്റിയത്. ഇതിൽ ജയകുമാറിൻ്റെയും അതുപോലെ തന്നെ രജീഷിൻ്റെയും പരിക്ക് ഗുരുതരമാണ്. എന്നാലും 3 പേരെയും അടിയന്തര ചികിത്സ നൽകിയതിനു ശേഷം ഇവിടെ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. 60% പൊള്ളലേറ്റ ജയകുമാറിൻ്റെ പരിക്കാണ് ഗുരുതരമായിട്ടുള്ളത്. ഈ 3 പേർക്കും ചികിത്സ നൽകിയ ശേഷം ഇവിടെ നിന്നും ഉടൻ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ അപകടം നടന്ന ഉടൻ തന്നെ NDRFിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും സംഘം സ്ഥലത്തെത്തി ഇവരെ രക്ഷപ്പെടുത്തിയാണ് എത്തിച്ചത്. എന്തായാലും അടിയന്തര സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയതാണ് വൻ ദുരന്തം ഒഴിവാകാൻ കാരണം ഈ വെടിപ്പുരയുടെ തൊട്ട് സമീപത്ത് തന്നെ ഇൻസിനറേറ്റർ കൂടി പ്രവർത്തിക്കുന്നുണ്ട്. 50 മീറ്റർ ദൂരം പോലും ഇതില്ല. മാളികപ്പുറം ക്ഷേത്രത്തിന് തൊട്ടടുത്താണ്. ധാരാളം തീർത്ഥാടകരൊക്കെ എത്തുന്ന സ്ഥലം കൂടിയാണ്. വലിയൊരു ദുരന്തത്തിന് സാധ്യതയുള്ള സ്ഥലത്താണ് ഈ വെടിപ്പുര നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സംഭവത്തിന് വളരെ ഗൗരവം വർദ്ധിക്കുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് ഒരു അന്വേഷണം പ്രാഥമികം നടത്താൻ സാധ്യതയുണ്ട്. ADMന്റെ നേതൃത്വത്തിൽ ഒരു വിശദമായ അന്വേഷണം നടത്താനും ഒരു സാധ്യത കൂടിയുണ്ട്. എന്തായാലും വലിയ ഒരു ദുരന്തം ഒഴിവായി എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഒരാൾക്ക് മാത്രമാണ് ഈ അപകടത്തിൽ ഗുരുതരമായി പരിക്ക് പറ്റിയിട്ടുള്ളത് എന്ന് പറയാൻ കഴിയും. എന്തായാലും 3 പേരെയും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത്രയധികം ആളുകൾ എത്തുന്ന ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ കുറെ കൂടി ജാഗ്രത പുലർത്തണം എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇത്. എന്തായാലും കാര്യമായ അപകടമുണ്ടാകാതെ രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നത് ആശ്വാസം കൂടിയാണ്. ഒരു ചെറിയ ഇടവേളയിലേക്ക്. കൗമാര കേരളത്തിൻ്റെ ഏറ്റവും വലിയ കലാമാമാങ്കത്തിന് നാളെ കോഴിക്കോട് തുടക്കമാവുകയാണ്. സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിന് ഇന്ന് തെക്കൻ ജില്ലകളിൽ നിന്നുള്ള ടീമുകൾ എത്തിക്കഴിഞ്ഞു. മന്ത്രിമാരായ VS ശിവൻകുട്ടിയും മുഹമ്മദ് റിയാസും ചേർന്നാണ് ഇവരെ സ്വീകരിച്ചത്. 1 മണിക്കുള്ള ജനശതാബ്ദി എക്സ്പ്രസിലാണ് ആദ്യ സംഘം മത്സരാർത്ഥികൾ കോഴിക്കോട്ടെത്തിയത്. താളമേള വാദ്യങ്ങളോടെയായിരുന്നു കലോത്സവ മത്സരാർത്ഥികൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം. കോഴിക്കോടൻ ഹലുവയുമായി കാത്തുനിന്ന മന്ത്രിമാരായ ശിവൻകുട്ടിയും മുഹമ്മദ് റിയാസും കുട്ടികൾക്ക് മധുരം നൽകി. സ്റ്റേഷനു പുറത്ത് കാത്തുനിന്ന ബസ്സുകളിലേക്ക് മത്സരാർത്ഥികൾ ഓരോരുത്തരായി കയറി. ഇതിനിടെ വരവേൽപ്പിന്റെ ആഹ്ലാദം കുട്ടികൾ പങ്കുവച്ചു. ഫസ്റ്റ് ടൈമാണ് കോഴിക്കോട്, അപ്പൊ അതിൻ്റെതായിട്ടുള്ള എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. സ്റ്റേറ്റിലാണ് ഞങ്ങൾ ഫസ്റ്റാ വരുന്നത്, അപ്പം അതിൻ്റെതായിട്ടുള്ള കൊല്ലം. ആദ്യം വന്ന ബസ്സിനകത്ത് കുട്ടികൾക്കൊപ്പം മന്ത്രിമാരും കയറി. അല്പനേരം കുശലം പറഞ്ഞു. മത്സരാർത്ഥികളെയും കയറ്റിയുള്ള ബസ്സുകൾ താമസ സ്ഥലത്തേക്ക് നീങ്ങി. ന്യൂസ് 18 കോഴിക്കോട്. വീണ്ടും കോവിഡ് നിയന്ത്രണങ്ങളിലേക്ക് കടക്കുകയാണ്. 6 രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നവർക്ക് യാത്ര ആരംഭിക്കുന്നതിന് 72 മണിക്കൂറിനുള്ളിലെടുത്ത RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിരിക്കുകയാണ്. ചൈന, സിംഗപ്പൂർ, ഹോങ്കോങ്, ദക്ഷിണ കൊറിയ, തായ്ലൻഡ്, ജപ്പാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്കാണ് ഈ നിർദ്ദേശം.
ടൈറ്റാനിയം ജോലി തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ ശ്യാംലാൽ ഉദ്യോഗാർത്ഥികളെ തട്ടിപ്പിനിരയാക്കിയത് അണ്ടർ സെക്കൻഡറി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ്. എം വി രാഘവൻ മന്ത്രിയായിരുന്നപ്പോൾ പേഴ്സണൽ സ്റ്റാഫിലെ അംഗമായിരുന്നു ശ്യാംലാൽ. തട്ടിപ്പിലൂടെ ലഭിച്ച പണം ആഡംബര ജീവിതം നയിക്കാനാണ് പ്രതി ഉപയോഗിച്ചതെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. സെക്രട്ടേറിയറ്റിലെ ഉന്നതരുമായുള്ള ബന്ധം തട്ടിപ്പിന് ഉപയോഗിച്ചുവെന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ചോദ്യം ചെയ്യലിൽ ശ്യാംലാൽ വ്യക്തമായ മറുപടി നൽകുന്നില്ലെന്ന് അന്വേഷണ സംഘം പറയുന്നു. എറണാകുളത്ത് മണൽ കടത്താൻ പോലീസ് കൈക്കൂലി വാങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്തായി. അയ്യമ്പുഴ ഗ്രേഡ് SI ബൈജു കുട്ടൻ പണം ചോദിച്ചു വാങ്ങുന്ന ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നത്. സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവി അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. യുവ സംവിധായിക നയന സൂര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കാൻ നിർദ്ദേശം. തിരുവനന്തപുരം DCP V അജിത്ത്, DCRB അസിസ്റ്റന്റ് കമ്മീഷണർ ദിനിലാണ് നിർദ്ദേശം നൽകിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കേസ് ഡയറിയും പരിശോധിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മുറിപ്പാടുകളെക്കുറിച്ചും ആന്തരിക രക്തസ്രാവം സംബന്ധിച്ചും വിശദാംശങ്ങൾ ഉണ്ടായിട്ടും മ്യൂസിയം പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ വീഴ്ച ഉണ്ടായി എന്ന ആക്ഷേപം ശക്തമാണ്. നയനയുടെ മരണം കൊലപാതകം എന്ന സംശയമാണ് ബലപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ കേസ് ഒതുക്കാൻ ആദ്യഘട്ടത്തിൽ നീക്കം നടന്നോ എന്നത് സംബന്ധിച്ചും പരിശോധനയുണ്ടാകും. കോഴിക്കോട് വടകരയിൽ വ്യാപാരിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പിടിയിലായി. തൃശൂർ വാഡ്നാപ്പള്ളി സ്വദേശി മുഹമ്മദ് ഷഫീഖിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. ഡിസംബർ 25-നാണ് വടകര പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ കടയിൽ വ്യാപാരിയായ രാജനെ മരിച്ച നിലയിൽ കണ്ടത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കൊലപാതകവും തെളിഞ്ഞിരുന്നു. വ്യാപാരിയുടെ സ്വർണ്ണാഭരണങ്ങളും ബൈക്കും പ്രതി കൈക്കലാക്കിയിരുന്നു. പ്രതി കുറ്റം സംഭവിച്ചെന്നും കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണെന്നും റൂറൽ SP അറിയിച്ചു. ഫോർട്ട് കൊച്ചിയിലെ പുതുവത്സരാഘോഷത്തിൽ ദുരന്തം വഴിമാറിയത് തലനാരിഴയ്ക്കാണ്. 20,000 പേരെ ഉൾക്കൊള്ളാവുന്ന ഒരു മൈതാനത്താണ് 1 ലക്ഷത്തിനടുത്ത് ആളുകൾ എത്തിയത്. തിക്കിലും തിരക്കിലും പെട്ട് പലർക്കും ശ്വാസം മുട്ടലും ദേഹാസ്വസ്ഥ്യവും ഉണ്ടായി. പരിപാടി നടത്തിപ്പിൽ ഗുരുതരമായ വീഴ്ചയുണ്ടായെന്നും ആരോപണമുണ്ട്. ഫോർട്ട് കൊച്ചി ഇതുവരെ കാണാത്ത ആൾക്കൂട്ടമാണ് ഇക്കുറി എത്തിയത്. പപ്പാഞ്ഞി കത്തിക്കലിന് ശേഷം തിക്കിലും തിരക്കിലും പെട്ട ശ്വാസം മുട്ടലും ഛർദിയുമായി 100ഓളം പേരാണ് ആശുപത്രിയിലെത്തിയത്. ഫോർട്ട് കൊച്ചി താലൂക്ക് ആശുപത്രിയിലാണ് ഏറ്റവും കൂടുതൽ പേരെത്തിയത്. എന്നാൽ ഇവിടെ ഉണ്ടായിരുന്നത് ഒരു ഡോക്ടർ മാത്രമായിരുന്നു. 100-300ഓളം പേഷ്യൻറ്റുകൾ ഇവിടെ വന്നിട്ട് ഇവിടെ ചികിത്സിക്കാനായിട്ട് ആകെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഡോക്ടറിനാണെങ്കിൽ ഒരു പരിധി കൂടുതൽ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം. അത്രത്തോളം കേസുകൾ ഇവിടെ കൊഴിഞ്ഞ് വീണതും വെള്ളമടിച്ച് പ്രശ്നമായിട്ട് തലറിഞ്ഞ് വീണതും പോലീസുകാരുൾപ്പെടുന്ന ആളുകൾ വരെ ഇവിടെ വന്ന് അഡ്മിറ്റ് ആയിരുന്നു. ഇതൊരു വലിയൊരു വീഴ്ചയാണ്. കാരണം കൊച്ചിൻ കാർണിവലുമായി ബന്ധപ്പെട്ട് ഇത്രയും ജനം ഇവിടെ തിങ്ങിക്കൂടിയിട്ടും ഈ ഹോസ്പിറ്റലിൽ പോലും ഒരു ഡോക്ടർ ഇല്ലാണ്ട് അതിനൊരു മുൻകരുതൽ പോലും എടുക്കാണ്ടുള്ള അധികാരികൾ ചെയ്തേക്കുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്തമില്ലായ്മയാണ് കാണിച്ചിരിക്കുന്നത്. രാത്രിയിൽ പ്രത്യേക ബസ് സർവീസ് ഉണ്ടാകുമെന്ന് പോലീസ് പറഞ്ഞിരുന്നു. എങ്കിലും സന്ധ്യയ്ക്ക് ശേഷം ബസ് സർവീസുകൾ നിലച്ചു. ഒറ്റ ജങ്കാറിൽ അഴിമുഖം കടക്കാൻ എത്തിയത് 10,000-ങ്ങളാണ്. ജങ്കാർ കാത്തു നിൽക്കുന്നതിനിടയ്ക്ക് തിക്കിലും തിരക്കിലും പെട്ട് 2 പെൺകുട്ടികൾ കായലിലേക്ക് വീണു. ഇവരെ നാട്ടുകാരാണ് ചാടിയിറങ്ങി രക്ഷിച്ചത്. ബദൽ സംവിധാനങ്ങളോ അടിസ്ഥാന സൗകര്യങ്ങളോ ഒരുക്കാതെയാണ് കാർണിവലുമായി സംഘാടകർ മുന്നോട്ട് പോയതെന്ന് ആരോപണമുണ്ട്. എന്നാൽ ഇത്രയധികം പേർ കാർണിവലിലേക്ക് എത്തുമെന്ന് കരുതിയിരുന്നില്ലെന്നാണ് സംഘാടകർ പറയുന്നത്. എന്തായാലും കോവിഡിന് ശേഷമെത്തിയ പുതുവത്സരാഘോഷം ദുരന്തമായി മാറാതിരുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. ന്യൂസ് 18 കൊച്ചി. പോലീസ് ഒരു വലിയ നാണക്കേട് തിരുത്താനുള്ള ശ്രമത്തിലാണ്. നിരവധി കേസുകളിൽ പ്രതിയായ പോലീസ് ഉദ്യോഗസ്ഥൻ സുനുവിനെതിരെ നടപടി കടുപ്പിച്ചിരിക്കുകയാണ്. നാളെ രാവിലെ 11-ന് പോലീസ് ആസ്ഥാനത്തെത്താനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. പിരിച്ചുവിടാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ വിശദീകരിക്കാനാണ് ഹാജരാകേണ്ടത്. പിരിച്ചുവിടുന്നതിൽ തീരുമാനം മറ്റന്നാൾ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു. പീഡനം ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതിയാണ് ഈ ഇൻസ്പെക്ടർ PR സുനു. മൂന്നാറിൽ സംഘർഷത്തിൽ 8 പേർക്ക് പരിക്കേറ്റു. വാഹനത്തിന് സൈഡ് കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ടാണ് ഓട്ടോ ഡ്രൈവറും വിനോദസഞ്ചാരികളുമായി തർക്കമുണ്ടായത്. അവസാനം സംഘർഷത്തിൽ കലാശിച്ചത്. പഴയ മൂന്നാർ മൂലക്കടയ്ക്ക് സമീപമാണ് സംഭവമുണ്ടായത്. ഹോട്ടൽ ജീവനക്കാരുൾപ്പെടെയുള്ളവരാണ് പരിക്കേറ്റത്. സ്വകാര്യ ഹോട്ടലിന്റെ ചില്ലും സാമഗ്രികളും അടിച്ചു തകർത്തു. ജമ്മു കാശ്മീരിൽ ഭീകരാക്രമണത്തിൽ മരണം 4ആയി, 7 പേർക്ക് പരിക്കുണ്ട്. രജൌരിയിലെ ധാംഗ്രി മേഖലയിലായിരുന്നു ഭീകരാക്രമണം ഇന്നലെ രാത്രി ഉണ്ടായത്. സുരക്ഷാ സേന ഭീകരർക്കായി തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. കാശ്മീരിലെ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെ പരോക്ഷമായി കുറ്റപ്പെടുത്തി വിദേശകാര്യമന്ത്രി S ജയശങ്കർ. പാകിസ്ഥാനിൽ നിന്ന് അതിർത്തി കടന്നുള്ള ഭീകരവാദം ഇന്ത്യ ശക്തമായി തന്നെ നേരിടുമെന്നും ജയശങ്കർ പറഞ്ഞു.